ഇത് ഒരു സാധാരണ വീഡിയോ അല്ല. ഇത് നിനക്കുള്ള ഒരു വേക്കപ്പ് കോളാണ്. ഇപ്പോൾ നീ എങ്ങനെ ജീവിക്കുന്നുവോ അത് മാറ്റാതെ പോയാൽ 1 വർഷത്തിന് ശേഷം നീ തന്നെയാണ് ഇന്നത്തെ നിന്നെ കുറ്റം പറയുക. കാരണം സത്യം ഒന്ന് മാത്രം: നീ നിന്റെ സമയം കളയുന്നു. നീ നിന്റെ ജീവിതം സ്ലോവായി നശിപ്പിക്കുന്നു. പക്ഷേ അത് നിനക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് തോന്നും നീ ബിസിയാണെന്ന്, എന്തെങ്കിലും ചെയ്യുന്നതായി. പക്ഷേ ട്രൂത്ത് എന്താണെന്നറിയാമോ? നീ മുന്നോട്ട് പോകുന്നില്ല. ഫോൺ, സോഷ്യൽ മീഡിയ, എൻഡ്ലെസ് സ്ക്രോളിംഗ്, ഇവ ഒക്കെ നിനക്ക് ചെറിയ സന്തോഷം തരുന്നു. പക്ഷേ അതേസമയം അവ നിന്റെ ഫോക്കസ് കവറെടുക്കുന്നു. നിന്റെ ഫ്യൂച്ചർ സ്ലോ ആയി തിന്നുകൊണ്ടിരിക്കുന്നു. നിനക്ക് വലിയ ജീവിതം വേണം, പക്ഷേ ഡെയിലി ചോയ്സസ് ചെറിയ, ഈസി, സേഫ്. ഇതാണ് ആദ്യ സൈൻ. ബിസി ബട്ട് നോ പ്രോഗ്രസ്. രണ്ടാമത്തത്, നാളെ തുടങ്ങാം. ഈ ഒരു വാക്ക് നിന്റെ ജീവിതം നശിപ്പിക്കാൻ മതി. നാളെ എന്നത് ഒരു ട്രാപ്പാണ്. അതൊരിക്കലും എത്തുന്നില്ല. നീ വെയിറ്റ് ചെയ്യുന്നു, റൈറ്റ് ടൈമിനു വേണ്ടി, പെർഫെക്റ്റ് മൂഡിനു വേണ്ടി. പക്ഷെ നീ കേൾക്കൂ, പെർഫെക്റ്റ് ടൈം ഇല്ല. നീ തുടങ്ങുന്ന നിമിഷം തന്നെയാണ് പെർഫെക്റ്റ്. മൂന്നാമത്തത്, നീ ഡിസ്കംഫർട്ട് ഒഴിവാക്കുന്നു. ലിറ്റിൽ ഡിസ്കംഫർട്ട് വന്നാൽ തന്നെ നീ പിൻവാങ്ങുന്നു. വർക്കൗട്ട് സ്കിപ്പ്, ഹാർഡ് വർക്ക് അവോയ്ഡ്, എഫേർട്ട് കുറയ്ക്കൽ. കാരണം നീ കംഫർട്ടബിൾ ആയിരിക്കണം എന്നാഗ്രഹിക്കുന്നു. പക്ഷേ റിയാലിറ്റി, ഗ്രോത്ത് ഉണ്ടാകുന്നത് കംഫർട്ട് സോണിന്റെ പുറത്ത് മാത്രം. നാലാമത്തത്, നീ കമ്പയർ ചെയ്യുന്നു. മറ്റുള്ളവരുടെ ലൈഫ് നോക്കും, അവരുടെ സക്സസ് കാണും. പിന്നെ നിനക്ക് തോന്നും, എന്തുകൊണ്ട് ഞാനില്ല? പക്ഷേ നീ ആക്ഷൻ എടുക്കുന്നില്ല. കമ്പാരിസൺ നിനക്ക് ഫ്യൂവൽ അല്ല, അത് പോയിസൺ ആണ്. അത് നിന്റെ കോൺഫിഡൻസ് സ്ലോലി തകർക്കും. അഞ്ചാമത്തത്, നീ നിന്റെ കഴിവ് കളയുന്നു. നിനക്ക് കഴിയും എന്ന് നിനക്കറിയാം, പക്ഷേ നീ പുഷ് ചെയ്യുന്നില്ല. സേഫായി ജീവിക്കുന്നു, റിസ്ക് എടുക്കാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നീ സെയിം പ്ലേസിൽ തന്നെ. നോ ഗ്രോത്ത്, നോ ചേഞ്ച്. ഇപ്പോൾ കേൾക്കൂ, ഇത് നിനക്ക് ഇഷ്ടമാകില്ല, പക്ഷേ ഇത് സത്യം. നിന്റെ ജീവിതം മാറ്റാൻ ആരും വരില്ല. നിനക്കായി ആരും ഫൈറ്റ് ചെയ്യില്ല. നിനക്കായി ആരും ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യില്ല. അതെല്ലാം നിന്റെ ഉത്തരവാദിത്വം.